ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനനശിഖരം എന്ന ഈ നോമ്പ് ധ്യാന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നോമ്പ് ആത്മീയ ജീവിതത്തിൽ ഒരു തീർത്ഥാടന അനുഭവമാണ്. ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള തീർത്ഥാടനമാണ് ഈ നോമ്പ്. ആ ലക്ഷ്യം യേശുവിൻ്റെ കുരിശാണ്. കുരിശിലൂടെ സാധ്യമാകുന്ന സൗഖ്യം, സമാധാനം, പ്രത്യാശ, വീണ്ടെടുപ്പ്, ഇതാണ് ഈ യാത്രയെ ഏറെ ആഴമുള്ളതാക്കി തീർക്കുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള ഈ പ്രയാണം തീർച്ചയായും ഒരു സുഹൃത സഞ്ചാരവുമാണ്. പഴയ നിയമത്തിൽ ഇപ്രകാരം യാത്ര ചെയ്ത, ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രയാണം ചെയ്ത സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവജനമായി, ആരാധനാ സമൂഹമായി രൂപപ്പെട്ട ഒരു തീർത്ഥാടക സമൂഹം, പിൽഗ്രിം കമ്മ്യൂണിറ്റി. ഇവരുടെ തീർത്ഥാടന യാത്രയെ വളരെ സവിശേഷമായി പരാമർശിക്കുന്ന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. പല വേദപുസ്തക പണ്ഡിതന്മാരും പുറപ്പാട് പുസ്തകത്തെ ഒരു ബിക്കമിങ് ടെക്സ്റ്റായി, ആയിത്തീരുന്ന പാഠപുസ്തകമായി പരാമർശിക്കാറുണ്ട്. അടിമത്തത്തിൽ നിന്നും വിമോചനത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുന്ന പുസ്തകം. ഈ തീർത്ഥയാത്രയുടെ വളരെ സവിശേഷമായ പ്രത്യേകത എന്നത് ദൈവം ഈ ജനത്തോടൊപ്പം ഈ 40 വർഷങ്ങൾ പ്രയാണം ചെയ്തു എന്നതത്രേ. ഈ യാത്രാമധ്യേ ദൈവം മോശയോട് പറയുകയാണ്, പുറപ്പാട് പുസ്തകം 25 അധ്യായം 8 വാക്യത്തിൽ, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ, ടാബർനാക്കിളിൻ്റെ പണി ആരംഭിക്കുകയാണ്. സമാഗമന കൂടാരത്തിൽ എപ്രകാരമാണ് ധൂപപീഠം പണിയേണ്ടത് എന്ന് ദൈവം മോശയിലൂടെ നിർദ്ദേശിക്കുന്ന വേദഭാഗമാണ് ഇന്നത്തെ 1 പാഠം. പുറപ്പാട് പുസ്തകം 30 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, പ്രിസിഷൻ, കൃത്യത. ഇവിടെ ധൂപപീഠത്തിൻ്റെ നീളം, വീതി, ഉയരം എപ്രകാരമായിരിക്കണമെന്ന് വളരെ കൃത്യതയോടെ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. അതിൻ്റെ കൊമ്പുകൾ എപ്രകാരമായിരിക്കണം, അതിൻ്റെ ചുറ്റും തങ്കം കൊണ്ട് പൊതിയണം, അതിൻ്റെ വക്ക് എപ്രകാരമായിരിക്കണം തുടങ്ങിയ വളരെ കൃത്യതയോടുകൂടിയുള്ള കണക്കുകൾ ഇവിടെ നാം വായിക്കുകയാണ്. എന്തിനാണ് ഇത്രമാത്രം കൃത്യതയോടുകൂടിയുള്ള കണക്കുകൾ ഇവിടെ പരാമർശിക്കുന്നത്? ദൈവജനമായി ഈ തീർത്ഥാടന സമൂഹം രൂപപ്പെടുമ്പോൾ ഈ യാത്രാമധ്യേ താളപ്പിഴകൾ, കാലിടറുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ ദൈവം വളരെ കൃത്യമായി, വ്യക്തതയോടെ എല്ലാം ഇവർക്ക് പറഞ്ഞു നൽകുകയാണ്. ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ രൂപപ്പെടണം. ദൈവവഴിയിൽ ദൈവകൽപ്പനകൾ പ്രമാണിച്ച് യാത്ര ചെയ്യുവാനുള്ള ക്ഷണമാണ് നമ്മെ സംബന്ധിച്ച് ഈ നോമ്പിൻ്റെ തീർത്ഥയാത്ര. 37 സങ്കീർത്തനം 23 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, സ്റ്റെപ്സ് ഓഫ് എ റൈച്ചസ് പേഴ്സൺ ആർ ഓർഡേർഡ്, ഡയറക്റ്റഡ് ബൈ ദ ലോർഡ്. യഹോവയുടെ കൽപ്പനകളാണ് അനുഗ്രഹീതമായി ജീവിക്കുവാൻ ഒരുവനെ സഹായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃത്യതയാർന്ന കൽപ്പനകൾ, വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ, ഈ തീർത്ഥയാത്ര നിർവഹിക്കുവാൻ ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി, പൊസിഷൻ. എപ്രകാരം, എവിടെയാണ് ഈ ധൂപപീഠം പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ദൈവം മോശയോട് പറയുകയാണ്. 6 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന് മീതെയുള്ള കൃപാസനത്തിന് മുമ്പാകിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പാകെ അത് വെക്കണം. ഈ ധൂപപീഠം എന്തിനാണ്? ദൈവശബ്ദം കേൾക്കുന്ന, ദൈവഹിതം തിരിച്ചറിയുന്ന പ്രാർത്ഥനയുടെ നിമിഷമാണ് ഈ ധൂപപീഠം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
30 അധ്യായം 8 വാക്യത്തിന് ഇപ്രകാരം വായിക്കുന്നു: അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. അതുകൊണ്ട് തലമുറകളെ നിലനിർത്തുന്ന പ്രാർത്ഥനയുടെ സവിശേഷമായ ഒരു പൊസിഷനിങ് ആണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് ശൗമേൽ ബാലൻ തന്നെ പൊസിഷൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന, പൊസിഷൻ ചെയ്യുന്ന മുഖാന്തരമായി ഈ നോമ്പിൻ്റെ അനുഭവം തീരണം. മൂന്നാമതായി പ്രസൻസ്, ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യത്തെ പ്രഘോഷിക്കുന്ന, മനസ്സിലാക്കുന്ന, അനുഭവിക്കുന്ന ഇടമാണ് ഈ വേദഭാഗത്ത് ധൂപപീഠം എന്നത്. 6 വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമാണ് ഇത് എന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്ന, ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിയുന്ന നിമിഷമായി ഈ നോമ്പിൻ്റെ അനുഭവം സവിശേഷമായി നമുക്ക് തീരട്ടെ. ഇന്നത്തെ എവങ്കേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന നിമിഷങ്ങളാക്കി ഈ നോമ്പിനെ നാം തീർക്കുമ്പോൾ, ദൈവ വഴിയെ നാം സഞ്ചരിക്കുമ്പോൾ കവിഞ്ഞൊഴുകുന്ന ദൈവകൃപ നാം അനുഭവിച്ചറിയും. യഹോവ നല്ലവനെന്ന് നമ്മുടെ അനുദിനമുള്ള ജീവിത അനുഭവങ്ങളിൽ രുചിച്ചറിയുവാൻ ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.